പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണം അതിദാരുണമായിരുന്നു. അതിക്രൂരമായി സഹവിദ്യാർത്ഥികൾ കൊലപ്പെടുത്തുകയായിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികളിലെ ക്രിമിനൽ വാസനയുള്ള ധാരാളം പേരുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. 10-15 പേരെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവിടുത്തെ ഡിവൈഎസ്പിയെ പറ്റി ആരോപണമുണ്ടായിരുന്നു. എന്തായാലും CBI കേസ് ഏറ്റെടുത്തു. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രി പോയി കണ്ടു. തങ്ങൾക്ക് നീതി ലഭിക്കില്ല, CBI ഈ കേസ് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ഇമ്മീഡിയറ്റ് ആയിട്ട് CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷെ ഉത്തരവിട്ടത് ഏകദേശം 10-20 ദിവസത്തോളം താമസിച്ചു. അത് CBIയിൽ എത്താനായിട്ട് ചില കുതന്ത്രങ്ങൾ ചില ആൾക്കാർ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് അതിന് ഹോം ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറി അടക്കം 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്തായാലും CBI അന്വേഷണം ഏറ്റെടുത്ത് 19 പ്രതികൾക്ക് ഇതുവരെ ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ ആ വിവരത്തിന് ഒരു കുറ്റപത്രം തയ്യാറാക്കി CBI കോടതി കൊടുത്തു. പ്രതികൾ ജാമ്യത്തിന് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പ്രാഥമികമായി ഉള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ച് അവർ വെരിഫൈ ചെയ്ത് ലോക്കൽ പോലീസിൻ്റെ ചില കാര്യങ്ങൾ, സത്യങ്ങളായ ചില കാര്യങ്ങൾ ചേർത്ത് ഒരു കുറ്റച്ചാർജ് തയ്യാറാക്കി CBI കോടതി കൊടുത്തു, പ്രതികൾ ജാമ്യത്തിൽ പോകാതിരിക്കാൻ. പ്രതികൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് സമീപിച്ചു. ഹൈക്കോടതിയിലെ CBI അതിനെ എതിർത്തു. CBI പ്രാഥമികമായ കുറ്റപത്രം CBI കോടതി കൊടുത്തതിൻ്റെ കോപ്പി ഹൈക്കോടതിയിൽ ഹാജരാക്കി. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ പ്രാഥമികമായ കുറ്റപത്രത്തിലുള്ളത്. ഒരു മനുഷ്യനെ പീഡിപ്പിച്ച് മാനസികമായി തകർത്തി അവരെ അടിച്ചും അവനെ പട്ടിണിക്കിട്ടും ഒരു മനുഷ്യനെ കൊല്ലുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു വിവരങ്ങളാണ് ഹൈക്കോടതിയിലെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഹൈക്കോടതിയിലെ CBI കൊടുത്തത്. 19 പേരിലും അതിക്രൂരന്മാരായ ചില ആൾക്കാരുണ്ട്. വിദ്യാർത്ഥികളാണെന്ന് നമ്മൾ പറയുമെങ്കിലും അതിനകത്ത് 1-ാം പ്രതി അഖിൽ ഒരു PhD വിദ്യാർത്ഥിയാണ്. മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട വിദ്യാർത്ഥിയാണ്. അയാളാണ് ഇതിൻ്റെ 1-ാം പ്രതി. അതിക്രൂരനായ വ്യക്തിയാണ് അയാൾ. 2-ാം പ്രതി കാശിനാഥൻ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അയാളും വളരെ ക്രൂരമായിട്ടാണ് ഈ കേസിൽ പെരുമാറിയത്. സിൻജോ ജോൺസണും അതുപോലെ തന്നെ 12-ാം പ്രതി മുഹമ്മദ് ഡാനിഷും ഒക്കെ ഈ കേസിലേക്ക് കൂടുതൽ കുറ്റങ്ങൾ ചെയ്തവരാണ്. എന്തായാലും പ്രാഥമികമായ കുറ്റച്ചാർജിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം 306 ഉണ്ട്. അതോടൊപ്പം ഗൂഢാലോചന ഇവർ നടത്തി. 19 പേരും ഗൂഢാലോചനയിൽ പങ്കെടുത്ത് അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയും അവമാനിക്കുകയും അതോടൊപ്പം അയാളെ പട്ടിണിക്കിടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായ കുറ്റപത്രത്തിൽ കാണുന്ന വിവരങ്ങൾ. ഏതായാലും ഇയാളെ ക്രൂരമായി പീഡിപ്പിക്കണമെന്നും അവമാനിക്കണമെന്നും ഒക്കെ ഇയാളെ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് അതിലേക്ക് ചില വ്യക്തികൾ, ചില വിദ്യാർത്ഥികൾ ഒരു ഗൂഢാലോചന നടത്തി. 120B ആ ഒരു കുറ്റപത്രത്തിലെ 120B ഉണ്ട്. പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ കുറ്റം 306 അതും ഇതിനകത്തുണ്ട്. അത് CBIയുടെ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതൊരു ആത്മഹത്യയായിരുന്നോ അതോ കൊലപാതകമാണെന്ന് 302 ആണോ എന്ന് തീർത്ത് പറയാൻ കഴിയുള്ളൂ. അയാളുടെ ദേഹത്ത് ധാരാളം മുറിവുകളുണ്ട്, ദേഹത്ത് ധാരാളം പരിക്കുകളുണ്ട്, ചതവുകളുണ്ട്.
അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയും കൂടുതൽ ചതവുകളുണ്ട് എങ്കിൽ അത് 307 കൊലപാതക ശ്രമമായിട്ട് തന്നെ വരും. അപ്പൊ ഇപ്പോൾ ഹൈക്കോടതിയിലെ ജാമ്യത്തിന് മുമ്പ് ഇപ്പം 120B-യും 306-ഉം 307-ഉം റാഗിങ്ങിന്റെ ചില നിരോധന വകുപ്പുകളും ഒക്കെ ഉണ്ട്. അതേസമയത്ത് സിദ്ധാർത്ഥനെ അവരെ 12-ാം തീയതി സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്ന് പെൺകുട്ടി 12-ാം തീയതി ഡാനിഷിനോട് പറഞ്ഞു. ഡാനിഷ് സിദ്ധാർത്ഥനെ ഫോണിൽ വിളിച്ച് വരട്ടി ഭീഷണിപ്പെടുത്തിയപ്പം ഡാനിഷിനോട് പറഞ്ഞു കുട്ടിയോട് ക്ഷമ ചെയ്തേക്കാം, ക്ഷമാപണം പറയാം. എന്തായാലും ആ പെൺകുട്ടിയോട് ക്ഷമിക്കണമെന്ന വാക്ക് സിദ്ധാർത്ഥൻ പറഞ്ഞു. അത് 12-ാം തീയതിയാണ്. 13-ാം തീയതി ആ പെൺകുട്ടി പറഞ്ഞു ഡാനിഷിനെ വിളിച്ചു പറഞ്ഞു ഇവനെ അടി കൊടുക്കണമെന്ന് പറഞ്ഞു. അതെന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. 13-ഉം 14-ഉം അവധി ദിവസമാണ്. 15-ാം തീയതി ക്ലാസ് കഴിഞ്ഞ് സിദ്ധാർത്ഥൻ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി എറണാകുളം വരെ ചെന്നു എന്നാണ് പറയുന്നത്. അപ്പോഴിയാളെ തിരിച്ചു വിളിച്ചു ഡാനിഷ് തിരിച്ചു വിളിച്ചിട്ട് ഇയാൾ മടങ്ങി രാത്രി വന്നപ്പം അവിടെ ഉണ്ടായിരുന്ന അവരുടെ വാട്ടർ ടാങ്കിന്റെ പിന്നില് പാറപ്പുറത്ത് കൊണ്ടുപോയി അതിഭീകരമായി മർദ്ദിച്ച് താൻ ചെയ്ത തെറ്റിന് മുട്ടുകുത്തിയെന്ന് ക്ഷമ പറഞ്ഞവരോട് അവരെ അടിക്കണമെന്ന് ആ പെൺകുട്ടി പല പ്രാവശ്യം പറഞ്ഞതാണ്. ഏതായാലും 15-ാം തീയതി രാത്രിയും 16-ാം തീയതിയും അതിഭീകരമായ മർദ്ദനമാണ് സിദ്ധാർത്ഥന് ഉണ്ടായത്. ആ 2 ദിവസം സിദ്ധാർത്ഥനെ ജഡ്ഡി മാത്രം ഇട്ട് മറ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഇരുത്തി മർദ്ദിക്കുകയും അവര് അതിഭീകരമായി തൊഴിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയൊക്കെ ചെയ്ത് എന്നാണ് സാക്ഷികളുടെ മൊഴി. ലെതർ ബെൽറ്റ് കൊണ്ട് തുടർച്ചയായിട്ട് അടിച്ചു വീഴ്ത്തി, കേബിൾ വയർ ഉപയോഗിച്ച് അടിച്ചു. അവശനായി വീണ സിദ്ധാർത്ഥൻ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പം വീണ്ടും ചവിട്ടി വീഴ്ത്തി. പലവട്ടം മുഖത്തടിച്ചവര് തൊഴിച്ചു. അടിവസ്ത്രം മാത്രം ഇട്ട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് കൊണ്ടിരുത്തി. അത് 15 തീയതി രാത്രിയും 16-ാം തീയതിയും ഒക്കെ ആയിട്ട് അതിഭീകരമായ മർദ്ദനമായിരുന്നു. നടക്കാൻ പോലും കഴിയാതെ 17-ാം തീയതി മുറിയിൽ തന്നെ കിടന്നു എന്നാണ് പറയുന്നത്. എനിക്കത് വിശ്വാസമില്ല. 17-ാം തീയതി ആഹാരം കഴിച്ചിട്ടില്ല, 18-ാം തീയതിയും ആഹാരം കഴിച്ചിട്ടില്ല. 18-ാം തീയതി ഉച്ചയ്ക്ക് 12:30-ക്ക് ഡോർമെട്രി ബാത്റൂമിലേക്ക് പോകണം, ഒരു ടവല് വേണമെന്ന് ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് കേൾക്കുന്നു. ആ ടവല് വാങ്ങിച്ച് നേരെ പോയി അവിടുത്തെ ഗ്രില്ലിൽ തൂങ്ങി എന്നാണ് കഥ. ആ അവസാനത്തെ കഥ നമുക്ക് വിശ്വാസം പോരാ. ആ കഥ അങ്ങനെയല്ല. അത് പ്രാഥമികമായി ലോക്കൽ DYSP അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളിൽ വെച്ചിട്ടാണ് ആ പ്രാഥമിക കുറ്റചാർജ് കൊടുത്തത്. അവര് ഡൽഹി എയിംസിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത സിദ്ധാർത്ഥന്റെ ആ വീഡിയോ എല്ലാം അയച്ചിരിക്കുകയാണ്. ആന്തരികമായി എവിടൊക്കെയാണ് പരിക്കേറ്റത്, തൊഴിയുടെയും ചവിട്ടിന്റെയും അതിനുശേഷം കെട്ടിത്തൂക്കി എന്നുള്ള ആ ഒരു സംഭവം CBI അന്വേഷിച്ച് കണ്ടെത്തിയാൽ 302-ൽ പോകും 19 വിദ്യാർത്ഥികളും. ഇന്നത്തെ ചില അറസ്റ്റുകൾ ഉണ്ടാകണം. ഇനി ഇതിനൊക്കെ കൂട്ടുനിന്ന അവിടുത്തെ അധ്യാപകരുണ്ട്, ഇതിന് കൂട്ടുനിന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിലെ അവരൊക്കെ പ്രതിസ്ഥാനത്തേക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം സമയത്ത് എടുത്ത ഫോട്ടോകളെല്ലാം ഡൽഹി എയിംസിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടത്തിനകത്ത് വയറിനുള്ളിലും ദേഹത്തുമുള്ള ആ പരിക്കുകളുടെ കൂടുതൽ വിശദീകരണങ്ങൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കൂടാതെ എടുത്ത വീഡിയോയ്ക്കകത്തുള്ളത് കൊണ്ട് കൂടുതൽ ആ ദേഹത്തുണ്ടായ പരിക്കിനെ പറ്റി ആധികാരികമായ ഒരു ഒപ്പീനിയൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിന്റെ മേളിലേക്ക് പോകുന്ന ഒപ്പീനിയൻ ലഭിക്കുമെന്ന് കരുതുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം സമയത്ത് പറഞ്ഞിട്ടുണ്ട്
ആഹാരം ഒരു ദിവസമായിട്ട് കഴിച്ചിട്ടില്ല. എയിംസിലെ ആന്തരികാവയവങ്ങളുടെ ആ പടത്തിൽ നിന്ന് അവർ കൂടുതൽ ഒപ്പീനിയൻ കൊടുക്കും. ആന്തരികാവയവത്തിന് ഏതിനാണ് കേടുപറ്റിയതെന്ന്, ആ തൊഴിയുടെയും ചവിട്ടിൻ്റെയും ഹേമദണ്ഡം ശരീരത്തിൽ എന്തുണ്ടായി എന്ന് കൃത്യമായി ആ പോസ്റ്റ്മോർട്ടത്തിലെ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ആ റെക്കോർഡ് ചെയ്ത വിവരം ഒന്നുകൂടെ അവർ നോക്കി പരിശോധിച്ചിട്ട് ഏതൊക്കെ ആന്തരിക അവയവത്തിന് രൂപമാറ്റം വന്നത് എന്ന് കണ്ടെത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഈ കേസിന്റെ അന്വേഷണം പ്രാഥമിക അന്വേഷണമാണ് CBI കൊടുത്തത്. കൂടുതൽ അന്വേഷണം നടത്തി ഇതൊരു മർഡർ കേസിലേക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും അറസ്റ്റുകൾ അവിടുത്തെ അധ്യാപകരിലും ആ പെൺകുട്ടികളിലും മറ്റു പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവരുടെയും അറസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം CBIയിലെ കുറ്റചാർജ് പ്രാഥമിക കുറ്റചാർജ് അല്ലാതെ അതിൻ്റെ ഫൈനലായിട്ടുള്ള കുറ്റചാർജ് കൊടുക്കുമെന്ന് കരുതുന്നു.